യൂട്യൂബ് വീഡിയോയുടെ തമ്പനെയിൽ ഡിസൈനിങ് നമുക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പിൽ ഒരു ടൂൾ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടൂളാണ് ഇന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടപ്പോൾ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറഞ്ഞു ഇത് ഒന്ന് വീഡിയോ ആക്കി ചെയ്യാം. കുറേ ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് വാട്സപ്പിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി തമ്പനെയിൽ തീരെ ഡിസൈൻ ചെയ്യാൻ അറിയാത്തവർക്കാണ് ഈ ഒരു ഓപ്ഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് രൂപത്തിലാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ലും ചെയ്യാൻ പറ്റാത്തവർക്കും അതുപോലെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് പറയുന്നത്. വാട്സപ്പ് എന്തായാലും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കിയ ശേഷം പിന്നെ നമുക്ക് ശേഷം നമ്മളെ തന്നെ നമ്പർ എടുത്താൽ മതി. ഇതിപ്പോൾ മൈ വോഡഫോൺ എൻ്റെ നമ്പർ തന്നെയുണ്ട്. ഇതെടുക്കുക. ഇതെടുത്തിട്ട് നമ്മൾ പുതിയ ഇമേജ് എടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് ചെയ്യേണ്ട ഇമേജ് ഏതാണോ അതെടുക്കുക. ജസ്റ്റ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഇമേജ്, കണ്ണൂരിലെ ഒരു ഇത് കായിയട എന്നൊക്കെ നമ്മൾ പറയുന്ന കണ്ണൂർ ഭാഷയിൽ പറയുന്ന സാധനമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ തമ്പനയിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കായിയട എന്ന ഭാഷ തന്നെ ഉപയോഗിക്കാം. പിന്നെ ഇതിന് വേറെയും പേരുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ആദ്യം എഴുത്ത് കൊണ്ടുവരണം. അപ്പോൾ എഴുത്ത് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ടെക്സ്റ്റ് കൊണ്ടുവരുന്നതിന് മുന്നേ നമുക്കിവിടെ മുകളിൽ കണ്ടോ കുറേ സംഭവങ്ങൾ, റൊട്ടേഷൻ, അതിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്. ഈ സ്റ്റിക്കറിൽ നമുക്ക് കുറേ സംഭവം സ്റ്റിക്കറിൽ ചെയ്യാൻ പറ്റും. സ്റ്റിക്കറിൽ നമുക്ക് കുറേ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ല സ്റ്റിക്കേഴ്സൊക്കെ ചെയ്തിട്ടാൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും അവരൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഇടാം, പ്രശ്നമൊന്നുമില്ല. അവിടെ കൊണ്ടുപോകുന്നുണ്ടാവും, ഇവിടെ ഇങ്ങനെ കൊണ്ടുവെക്കാം. ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇതിലെന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ഇവിടെ എഴുതാം. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് വേറെ സ്റ്റിക്കറുണ്ട്, നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഒരു സ്റ്റിക്കർ, അതാ മോനെ എന്ന് പറയുന്ന ഈ സ്റ്റിക്കർ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കുക. എന്നിട്ട് മുകളിൽ ഈ ടെക്സ്റ്റിൻ്റെ ടീയിൽ ക്ലിക്ക് ചെയ്യുക. ടീയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്താണ് എഴുതേണ്ടത് അത് എഴുതാം. അപ്പോൾ കണ്ണൂരിലെ എന്ന് പറഞ്ഞിട്ട് എഴുതി നമ്മൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ടെക്സ്റ്റാണ് വന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ സൈഡിൽ കളറിൽ ഇവിടെ കാണുന്നത് ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് മുകളിലോട്ട് നോട്ട് കൈ കഴിഞ്ഞ് കളർ മാറി വരും. അപ്പോൾ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. നമുക്ക് തീരുമാനിക്കാം എങ്ങനെ വെക്കണം എന്നുള്ളത്. ഇപ്പം കാണാൻ കുഴപ്പമില്ലാത്തൊരു കളറിൽ കൊണ്ടുപോയിട്ട് വെക്കാം. ഇത് വെച്ചു. ഓക്കെ, തൽക്കാലത്തേക്ക് വെച്ചാണ് കണ്ണൂരിൽ. അപ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ട് ഇത് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചെറുതാക്കാം കണ്ണൂരിൽ. ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വാക്കുകൾ, അതായത് പ്രാധാന്യം കുറവുള്ള വാക്കുകൾ എന്ത് ചെയ്യുക, ചെറുതാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ വാക്കുകൾ വേറെ ഉണ്ടെങ്കിൽ പിന്നെ അത് വലുതാക്കി വെക്കുക. അപ്പോൾ അതാണ് സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, വീണ്ടും ടെക്സ്റ്റ് ചെയ്താൽ കായ് അട എന്നാണ് ഞാൻ പറഞ്ഞത്. കായ് അട എന്നുള്ളത് ഒരുമിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറെ വേറെ കൊടുക്കാം. അട കട. ഇത് ഇതുപോലെ തന്നെ കളർ കൊടുക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള കളർ കൊടുത്തോട്ടോ, ഞാനിങ്ങനെ വെറുതെ കൊടുക്കുന്നതാണ്. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള സംഭവം ഓപ്ഷൻ ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ നമുക്ക് എന്താണ് പറയാൻ പറ്റേ, ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്നില്ല, അതുപോലെ എവിടെ വേണം നമുക്ക് ഡിസൈൻ ചെയ്യാം. തമ്പനെയിലും ഡിസൈൻ അറിയാത്ത പ്രശ്നമൊന്നുമില്ല. എന്താ കണ്ണൂരിൻ്റെ കായ്യട. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ടെക്സ്റ്റ് വേണമെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. തിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ എഴുതാം. ഞാൻ എൻ്റെ ഭാഷയിൽ എഴുതുന്നതാണ്. ഇപ്പോൾ ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയി കിട്ടും. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് കളയുക, ഇവിടുന്ന് കളർ മാറ്റുക. ഒരു മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ കിട്ടും. നമ്മൾ ഭയങ്കരമായ ഡിസൈനൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ തീരെ ഡിസൈൻ ചെയ്യാൻ അറിയാത്തവർക്ക് ഇതുകൊണ്ടൊന്നുണ്ടാവും, ഒരു അത്യാവശ്യം ആളുകൾ കാണുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിനെ കൊണ്ടുള്ള ഗുണം. അല്ലാതെ നമ്മൾ ഭയങ്കര പ്രോ ലെവലിലൊന്നും ആക്കാൻ പറ്റുന്നല്ല. അത്യാവശ്യം ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള
സംഭവം കണ്ടോ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടുള്ള ഇത് വന്നു. ഇത്രയൊക്കെ മതി. ഇപ്പം ചെറിയ ചെറിയ ആൾക്കാർ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ മതി. ഇത് എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഓക്കെ സെറ്റപ്പ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ സെൻഡ് ചെയ്യുക. എന്നിട്ട് അത് സെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ സേവ് ആക്കി എടുക്കുക. ഇതിന് അറിയാമല്ലോ എല്ലാവർക്കും പിന്നെ എങ്ങനെ സേവ് ആക്കേണ്ടത്. വേണമെങ്കിൽ ഇവിടെ സേവ് ആക്കുക, അല്ലെങ്കിൽ സേവ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ തന്നെ വന്നിട്ട്. അപ്പോൾ ഇമേജ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ആ ഒരു തമ്പനയിലെ സൈസിലുള്ള ഇമേജ് എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് തമ്പനയിൽ ഉണ്ടാക്കാനുള്ള പരിപാടി. ഇതെല്ലാവർക്കും പറ്റുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഇടയ്ക്കുള്ള സ്റ്റിക്കറൊക്കെ നമുക്ക് അടിപൊളി സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സിന് വേണം ഉപയോഗിക്കാം. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ. നിങ്ങളുടെ തമ്പനയിൽ അത്ര ഡിസൈനൊന്നും നിങ്ങൾക്കൊരു പിന്നെ നല്ല ഡിസൈനായി തോന്നാത്തവരുണ്ടെങ്കിൽ പിന്നെ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം ഈ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ വാട്സപ്പിൽ തമ്പനയിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചിരുന്നു. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ആ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുവഴി തന്നെ നമ്മുടെ ചാനലിലെ CTR ഒക്കെ കൂടി അത്യാവശ്യം നല്ലപോലെ വാച്ചും വ്യൂസൊക്കെ വരും. അപ്പോൾ നിങ്ങൾ പിന്നെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.